വിദേശ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കുന്ന ഒരു പാവപ്പെട്ട കോടീശ്വരനാണ് ആൽഫ മൈലിന്റെ പപ്പ. രണ്ട് കൂടുതൽ ഇഷ്ടമായ പപ്പയ്ക്ക് 2 ദ്വീപുണ്ട്, 2 ഹെലികോപ്റ്റർ ഉണ്ട്, എന്തിന് 2 റിസർവ് ബാങ്ക് വരെ ഉണ്ട്. ഒന്ന് നെടുമങ്ങാട്, മറ്റൊന്ന് കാക്കനാട്. പപ്പയ്ക്ക് 2 ഇരട്ട സന്തതികളും ഉണ്ട്. ഇരട്ടകളും പരട്ടകളുമാണവർ. പാറി കളിക്കുന്നതാണ് ഒരു പരട്ടയുടെ ഹോബി. വേറൊരുത്തനുണ്ട്, അവന് കലിപ്പ് വന്നാൽ നാട്ടുകാരെ അടിച്ചു തൂറ്റിക്കണം. അതും പോരാഞ്ഞിട്ട് വേറൊരുത്തനുമുണ്ട്. പണ്ട് പപ്പ വെണ്ണൂറ് കോരാൻ പോയപ്പോൾ ഒരു ചെക്കനെ കിട്ടി. അതാണ് നമ്മുടെ മുക്കിപ്പൊടി സെല്ലുബായി. നമ്മുടെ പപ്പയുടെ കുടുംബമായ ദേശായി കുടുംബത്തെ കണ്ണിൽ ഉണ്ണി പോലെയും കണ്ണിൽ ഉണ്ടംപൊരി പോലെയും നോക്കാനായി ഒരു ബോബി ഗാർഡും ഉണ്ട്. ഒരു ദിവസം പപ്പ മാർക്കറ്റിലേക്ക് മീൻ വാങ്ങാൻ പോയപ്പോൾ വില്ലന്മാർ പപ്പയെ തട്ടാനായി ഗുണ്ടകളെ അയച്ചുവെങ്കിലും ചീറ്റിപ്പോയി. പപ്പയെ കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ ഇരട്ടകൾ ശത്രുക്കളുടെ മടയിലേക്ക് അവരെ തൂറ്റിച്ചാൽ മാത്രം പോരാ, ചീറ്റിക്കണമെന്ന് പറഞ്ഞ് കാവടി തുള്ളിപ്പോയി. ഇരട്ടയല്ല, ഏത് പരട്ട വന്നാലും താഴില്ലെന്ന് പറഞ്ഞ് വില്ലന്മാർ നിന്നു. അപ്പോഴാണ് പപ്പ എനിക്ക് ഇനി ഒരു മകൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മുക്കിപ്പൊടി സെല്ലുവിനെ അങ്ങോട്ട് അയക്കുന്നത്. സെല്ലു അവിടെ മാക്സി ആരോ കെട്ടിക്കാനുണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഹെൽമെറ്റ് വെച്ച് താഴേക്ക് ചാടി. അപ്പോഴാണ് മാക്സി ഇട്ട് പറന്ന സെല്ലു തൊരപ്പനെ പോലെ ശത്രുക്കളെ കെട്ടിക്കാനുണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലെത്തിയത്. അപ്പോഴേക്കും പരട്ടകൾ 5-6 പേരെ തൂറ്റിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്തിനു വന്ന്? അങ്ങനെ 3 പരട്ടകളും കൂടെ നിരത്തിവെടി, ഇരുത്തിവെടി, കിടത്തിവെടി, വെടിവഴിപാട് കഴിഞ്ഞ് ദേശായി കുടുംബത്തിലെത്തിയതും പപ്പ 50% സ്വത്തുക്കൾ വെണ്ണൂർ കുഴിന്ന് കിട്ടിയ സെല്ലുബായിക്ക് മൂക്കുപൊടി വാങ്ങാനും മുറുക്ക് വാങ്ങാനും കൊടുത്തു. ബാക്കി വരുന്ന 50% പരട്ടകൾക്കും വീതിക്കുകയാണ്. ഇത് പരട്ടകൾക്ക് പിടിച്ചില്ല. അപ്പോഴാണ് പപ്പ ഒരു ടിസ്റ്റ് പൊട്ടിക്കുന്നത്. പണ്ട് പപ്പയുടെ ഏട്ടൻ ഉണക്കമീൻ കൂട്ടി ചോറുണ്ണാൻ വേണ്ടി ഉണക്കമീൻ വാങ്ങാൻ പോയപ്പോൾ വില്ലന്മാർ നൈസായി അയാളെ തട്ടി. ആ സങ്കടത്തിൽ ചുളിയിൽ പപ്പ ബാബിയെ സെറ്റാക്കി. ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോൾ അടിക്കാൻ നോക്കിയതാണ്. പക്ഷെ ഒരു ട്രോഫിയും ഒപ്പം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ മുക്കിപ്പൊടി സെല്ലുബായി. സെല്ലു സ്വത്ത് കിട്ടിയ സന്തോഷത്തിൽ എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുമ്പോൾ സെല്ലു തന്റെ ലവ് സ്റ്റോറി പറഞ്ഞു. സെല്ലു പണ്ടൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു പെണ്ണിനെ കണ്ട് ക്രഷ് അടിച്ചു സൈഡ് ചിക്കാക്കി. പിന്നെ ഒരു സോങ് മസ്റ്റ് ആണല്ലോ. അങ്ങനെ സോങ് കഴിഞ്ഞ് രാവിലെ എണീറ്റ സെല്ലുവിന് ഒരു കത്ത്. ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് പറഞ്ഞ് ഒരു കുറിപ്പെഴുതി വെച്ച് അവൾ മറഞ്ഞുപോയി. കഥ കഴിഞ്ഞ് അണ്ണൻ മൂഡ് ഓഫ് ആയി. എന്നാൽ പിന്നെ ഒരു ഐറ്റം ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ച് നേരെ പബ്ബിലേക്ക് പോയപ്പോൾ ബോബി ഗാർഡിന്റെ അടുത്തേക്ക് അണ്ണന്റെ സൈഡ് ചിക്ക് വരുന്നു. ബൈ ദ ബൈ, ഈ ചിക്കിന്റെ ചിക്കായിരുന്നു ബോബി ഗാർഡും സെല്ലുവും. അതിന്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടി ഐറ്റം ഡാൻസ്. അതിനിടെ പപ്പ പുതിയൊരു പരിപാടിയുമായി വരുന്നു. എവിടെ ഒരു ഹാർഡ് ഡിസ്ക് കിടക്കുന്നു, അതിൽ വേറെ ലെവൽ ഐറ്റം ഡാൻസ് ഉണ്ട്. അത് കിട്ടിയാൽ ചില്ലാവാമെന്ന് പറഞ്ഞ് എല്ലാരും കൂടി അത് കക്കാൻ വേണ്ടി ട്രിപ്പ് പോണ പോലെ പോയി. പക്ഷേ സാധനം കിട്ടിയത് നമ്മുടെ സെല്ലു ബൈക്കായിരുന്നു. അണ്ണൻ ബൈക്ക് എടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് പപ്പയുടെ അടുത്തെത്തി. പപ്പ സെല്ലു അറിയാതെ കാറിൽ ബോംബിട്ട് പൊട്ടിച്ചു. പക്ഷെ നമ്മുടെ മൂക്കിപ്പൊടി അണ്ണൻ അവിടുന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഹാർഡ് ഡിസ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി റൂമിലെത്തി ഹാർഡ് ഡിസ്ക് ഓൺ ആക്കുന്നു. അത് സെല്ലുവിന്റെ അമ്മയുടെ വീഡിയോ ആയിരുന്നു. അപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. യഥാർത്ഥ വില്ലൻ പപ്പയാണെന്ന്. അങ്ങനെ അവസാനം എല്ലാരും തമ്മിൽ ഒരു കൂട്ടയടി. അവിടെ ബോബി ഗാർഡും അണ്ണനും തമ്മിൽ ഒരു ഷർട്ടൂരാൻ ഫൈറ്റ്. അവസാനം എല്ലാറ്റിനെയും പോലീസ് പൊക്കുന്നു.